നമസ്കാരം. ഫ്യൂച്ചർ ജോബ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF തസ്തികയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏകദേശം 4660 ഒഴിവുകളുമായി വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ളതാണ്. 15/4/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/5/2024 അതായത് മെയ് മാസം 14 സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിലവിൽ 452 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു ഡിഗ്രി മിനിമം ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 01/2024. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏകദേശം 35,400 രൂപ മുതലാണ് സാലറി സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമതായി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് 02/2024 കോൺസ്റ്റബിൾ തസ്തികയിലേക്ക്. മിനിമം 10ാം ക്ലാസ്, ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 21,700 രൂപയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 4,208 ഒഴിവുകൾ ഈ ഒരു തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ SC, ST, OBC മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഇതിൻ്റെ എക്സാം ഫീയുടെ കാര്യമാണ്. എല്ലാ കാൻഡിഡേറ്റിനും 500 രൂപയാണ് എക്സാം ഫീ വരുന്നത്. എന്നാൽ നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 400 രൂപ അവർ തിരിച്ച് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നീട് കൂടാതെ SC, ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റിന് 250 രൂപയായിരിക്കും ഫീസ്. എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 250 രൂപയെ നമുക്ക് തിരിച്ച് തരുന്നതായിരിക്കും. റെയിൽവേയുടെ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. നമ്മളപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് തിരുവനന്തപുരം റീജിയനിലുള്ള www.rrbtiruvananthapuram.government.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 14/5/2024 ഈ ഒരു തസ്തികയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുവരെ നമ്മൾ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. കാരണം സൈറ്റൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.